നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വന്നോണ്ടിരിക്കാം, ഉടനെ എത്തും. ഡീൽ നമുക്ക് ഇങ്ങനെ നടത്താം. പണത്തിന്റെ കാര്യം ഒരു പ്രശ്നമല്ല. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, നേരിൽ കാണാം. ധനുഷിന് നേരത്തെ വരില്ലേ? ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ വരും. പറ്റുമെങ്കിൽ വൈകിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഞാൻ ബുക്ക് ചെയ്യട്ടെ? പിന്നെന്താ, എന്റെ പ്രോഗ്രാം കഴിഞ്ഞാ ഉടനെ ഞാൻ ഇങ്ങോട്ട് എത്തും. അപ്പൊ ശരി. ധനുഷ്, ഒരു മിനിറ്റ്. എനിക്ക് ധനുഷിന്റെ ഒരു ഹെൽപ്പ് വേണം. ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത്? അതെ. ഈ ബാഗില് 50 ലക്ഷം രൂപയുണ്ട്. ഒരാൾക്ക് കൊടുക്കാൻ അച്ഛനെന്നെ ഏൽപ്പിച്ചതാ. ഇവളെന്തിനാ ഇവന് 50 ലക്ഷം രൂപ കൊടുക്കുന്നത്? ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ. എന്തായാലും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത്, ഇതൊന്നും അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. ഞാനിനി അതിനു വേണ്ടി ടൗണിലേക്ക് വരണ്ടല്ലോ. അതിനെന്താ, കൊടുക്കാലോ. ധനുഷിന് ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നേ. ആ വഴി തന്നെ കൊടുക്കുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ടുള്ളേ? എടുത്ത് ധൈര്യമായിട്ട് കൊടുത്തോ. രാധാകൃഷ്ണ മേനോൻ എന്നാ അദ്ദേഹത്തിന്റെ പേര്. ധനുഷിന്റെ നമ്പർ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാം. അദ്ദേഹം ധനുഷിനെ വിളിച്ചോളൂ. ശരി. പണം വേണ്ട ആൾക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചൂടെ? എന്തിനാ ധനുഷിന്റെ കൊടുത്തയക്കുന്നത്? ഇതൊരു നല്ല ചാൻസാ. ഈ 50 ലക്ഷം ഇവൻ കൃത്യമായിട്ട് അയാളെ ഏൽപ്പിച്ച ഇവൻ അർച്ചനയുടെ വിശ്വസ്തനായി മാറും. അത് പാടില്ല. ആ വിശ്വാസ്യത തകർക്കണം. അച്ഛൻ അവനെ പരീക്ഷിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഇതിലവൻ വിജയിച്ച അതോടെ അർച്ചന എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. ധനുഷ് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യും. കിട്ടിയ അവസരം അവനും ഉപയോഗിക്കും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ. അവൻ കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുകയും ചെയ്യും. അത് പാടില്ല. ഇതിൽ തന്നെ അർച്ചനയ്ക്ക് അവനോടുള്ള വിശ്വാസം പോണം. ഇനി ഒരിക്കലും അവൾ അവനെ വിശ്വസിക്കരുത്.
ഹലോ അവന്തിക. മൂർത്തി, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവന്തിക പറഞ്ഞാ പോരെ? പക്ഷെ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് ധനുഷിനോടാ. ധനുഷിനോടോ? എന്താ, നിനക്കത് പറ്റില്ലേ? ധനുഷിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് അവന്തികയാ. ആ അവന്തിക ഒരു കാര്യം പറഞ്ഞ ഒരു ധനുഷും എനിക്കൊരു പ്രശ്നമല്ല. ഗുഡ്. നീ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറയാം. അവന്റെ കയ്യിൽ നിന്ന് ആ പണം തട്ടിയെടുത്ത് നീ എന്നെ ഏൽപ്പിക്കണം. പണം തട്ടിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അത് ആരുടെ കയ്യിൽ കൊടുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോവാം. എന്തു പറയുന്നു? സമ്മതം. നിന്റെ കൂലി എത്രയാണെന്ന് വെച്ചാ അതെടുത്തിട്ട് ബാക്കി പണം നീ എന്നെ ഏൽപ്പിച്ചാൽ മതി. സമ്മതം. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിയിക്കും. ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുക. ഉടനെ എത്തും. ഡീൽ നമുക്ക് ഇന്ന് തന്നെ നടത്താം. പണത്തിന്റെ കാര്യം ഒരു പ്രശ്നമല്ല. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, നേരിൽ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.